ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു നാച്ചുറൽ റെമഡിയാണ് സെലറി കഴിക്കുന്നത്. ബ്ലാഡറിൽ യൂറിൻ കെട്ടിക്കിടക്കാതിരിക്കാൻ ഒത്തിരിയധികം ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. 1 സ്പൂൺ ബാസിൽ സീഡും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന് ഒരു പ്രശ്നമുണ്ട്, പേരക്ക ജ്യൂസ് അടിച്ചതുപോലെയുണ്ട്. ഹലോ, വെൽക്കം ടു another episode of Be Positive channel by ജിഷ ആൻഡ് സാബുജി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇന്ന് സെലറിയുടെ ഗുണങ്ങളെപ്പറ്റിയും ഉപയോഗങ്ങളെപ്പറ്റിയും കാണിക്കാൻ വേണ്ടി വന്നതാണ്. സെലറി നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാകും, നാട്ടിലിപ്പോൾ കിട്ടുമോ എന്നെനിക്കറിയില്ല. സെലറി ഒത്തിരിയേറെ ആരോഗ്യ ഗുണങ്ങൾ ഉള്ള ഒരു വെജിറ്റബിൾ ആണ്. ഇത് കുക്ക് ചെയ്തിട്ടാണേലും സാലഡായിട്ടാണേലും അല്ലാതെ ജ്യൂസ് അടിച്ചിട്ടാണേലും സെലറി കഴിക്കാവുന്നതാണ്. സെലറിക്കകത്ത് ഒത്തിരിയേറെ വാട്ടർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ശരീരം നല്ലതുപോലെ ഹൈഡ്രേറ്റ് ചെയ്തിരിക്കാൻ സഹായിക്കും. അതുകൂടാതെ ഇതിനകത്ത് ഡയൂററ്റിക് എലമെൻ്റ് ഉണ്ട്. അതായത് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു പ്രശ്നമാണ് 50+ ആയിട്ടുള്ള സ്ത്രീകൾക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അത് എപ്പോഴും ഇങ്ങനെ വരുന്നത് കൊണ്ട് അവർ റെക്കറൻ്റ് ആയിട്ട് ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ അവരുടെ ഇമ്മ്യൂണിറ്റി ലോ ആകാറുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു നാച്ചുറൽ റെമഡിയാണ് സെലറി കഴിക്കുന്നത്. ഡെയിലി സെലറി ജ്യൂസായിട്ടോ അല്ലാതെ സാലഡായിട്ടോ കഴിക്കുന്നത് കൊണ്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു നാച്ചുറൽ റെമഡിയാണ് സെലറി. ഇത് പച്ചയ്ക്ക് കഴിക്കുന്നതോ സാലഡായിട്ട് കഴിക്കുന്നതോ എന്തെങ്കിലും ഡിപ്പ് കൂട്ടി കഴിക്കുന്നതോ ജ്യൂസ് അടിച്ച് കഴിക്കുന്നതോ വളരെ നല്ലതാണ്. സെലറിയിലുള്ള വാട്ടർ കണ്ടന്റ് നമ്മളുടെ ബോഡി നല്ലതുപോലെ ഹൈഡ്രേറ്റ് ചെയ്തിരിക്കാൻ സഹായിക്കുന്നതിനോടൊപ്പം ഇതിലുള്ള 2 ഡയൂററ്റിക്കായ ബ്യൂട്ടിൽതിലൈഡും എയ്പിജനിൻ, ആ 2 കോമ്പൗണ്ട് ബോഡിയിൽ നിന്നും ഫ്ലൂയിഡ് അബ്സോർബ് ചെയ്ത് യൂറിനായിട്ട് പുറത്തേക്ക് പോകാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ബ്ലാഡറിൽ യൂറിൻ കെട്ടിക്കിടക്കാതിരിക്കാൻ ഒത്തിരിയധികം ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൽ ധാരാളം വിറ്റമിൻ സി, വിറ്റമിൻ എ, പൊട്ടാഷ്യം, അതേപോലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഫ്രീ റാഡിക്കൽസിനെ ഫൈറ്റ് ചെയ്ത് ആൻറ്റി ക്യാൻസറസ് പ്രോപ്പർട്ടി ആയിട്ട് വർക്ക് ചെയ്യാനും ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാനും കണ്ണിൻ്റെയും സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും ഒക്കെ ഹെൽത്തിനും ഒത്തിരിയധികം സഹായിക്കും. ജ്യൂസ് അടിക്കുന്നതിന് മുമ്പ് ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഒരു 3 കഷ്ണം സെലറി അരിഞ്ഞെടുത്തു. അതിലേക്ക് 1 ആപ്പിള്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു നാരങ്ങയുടെ നീര്, ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടിച്ചെടുത്തു. അടിച്ചു വന്ന ജ്യൂസ് നല്ലതുപോലെ ഒന്ന് സ്ട്രെയിനറിൽ അരിച്ചെടുക്കാം. ഞാൻ അതിലേക്ക് 1 സ്പൂൺ ബാസിൽ സീഡും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ആരോഗ്യ ഗുണസമ്പുഷ്ടമായ സെലറി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ലതുപോലെ ഉറക്കം കിട്ടാൻ സഹായിക്കും. കാർഡിയോവാസ്കുലർ ഹെൽത്തിനും ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും കൊളസ്ട്രോൾ ലോവർ ചെയ്യാനും ഒക്കെ സഹായിക്കും. ഇതൊന്നും കൂടാതെ ഇത് വളരെ കാലറി കുറഞ്ഞ ഒരു സാലഡാണ്. ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലുമേ ഇതിന് ഒരു പ്രശ്നമുണ്ട്. ലിഥിയം കഴിക്കുന്നവർ, അതായത് മൂഡ് സ്വിങ്ങിങ്, മെൻ്റൽ ഹെൽത്ത് ഡിസോർഡറിനൊക്കെ കൊടുക്കുന്ന ഒരു മെഡിസിനാണ് ലിഥിയം. അത് കഴിക്കുന്നവർ ഈ സെലറി കഴിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യും എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് ലിഥിയം കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ സെലറി കഴിക്കാൻ പാടുള്ളൂ. ഇനി ഈ ജ്യൂസ് എങ്ങനെ ഉണ്ടെന്നൊന്ന് കഴിച്ചു നോക്കാം. നമ്മളെ ഈ ബാസിൽ സീഡ് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജ്യൂസ് ഷോപ്പിലൊക്കെ കിട്ടുന്നത് പോലെ ഇത് നല്ലതുപോലെ ഫ്ലഫി ആയിട്ട് വരും. ജ്യൂസ് കഴിക്കാൻ നേരം അതൊരു കടിക്കുന്നതൊരു ടേസ്റ്റുമാണ്. ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്നേ. സത്യത്തിൽ ശരിക്കും പേരക്ക ജ്യൂസ് കഴിക്കുന്ന ഒരു ടേസ്റ്റ്.
ഈ സെലറി അല്ലാതെ നമ്മൾ കഴിക്കാൻ നേരം ഒരു അരുചി ചിലപ്പം ഫീൽ ചെയ്യും. അത് നമ്മൾ കഴിച്ചു പഠിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ആദ്യം കഴിക്കാൻ നേരം എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടോണമെന്നില്ല. പക്ഷേ ഇത് ജ്യൂസ് അടിച്ച് നമ്മൾ ആപ്പിളും നാരങ്ങയും ജിഞ്ചറും എല്ലാം കൂടി ഇട്ടിട്ട് ജ്യൂസ് അടിച്ചു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ അതിൻ്റെ ടേസ്റ്റ് പേരയ്ക്ക പോലെ തന്നെ, പേരയ്ക്ക ജ്യൂസ് അടിച്ചതുപോലെ ഉണ്ട്. ഒരു അരുചിയില്ല. കഴിച്ചു നോക്കുക. വേറെ ഒരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അണ്ടിൽ ദെൻ സ്റ്റേ ഹാപ്പി ആൻഡ് പോസിറ്റീവ്. ബൈ ബൈ.